CMRL IT ഹെഡും സമ്മതിച്ചതാണ് ഈ വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ല. ഇതാണ് വീണ വിജയനും പറഞ്ഞു, ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വീണ വിജയന്റെ മൊഴിയുമുണ്ട്. ഇതാണ് കുറ്റപത്രത്തിൽ ഉള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത. ആ വാർത്തയാണ് വീണ വിജയൻ നിഷേധിച്ചത്. വീണ വിജയൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. മൊഴി എടുത്തിട്ടുണ്ട്, അത് സംഭവിച്ചു. മൊഴി എടുത്തിട്ടുണ്ട്, എൻ്റെ നിന്ന് മൊഴി അവസാനം അതിന് ഒപ്പൊക്കെ ചാർത്തിയിട്ട് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ സേവനം ഒന്നും നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് വീണ പറഞ്ഞത്. വീണ മാത്രമല്ല, വീണ പറയുന്നതിന് മുമ്പ് തന്നെ ചാടി കയറി റിയാസും പറഞ്ഞു, ഇയാള് അങ്ങനെ എന്താ പറയാ സേവനം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ റിയാസ് ആയിരുന്നല്ലോ കൂടെ പോയിരുന്നത്, ആയിരുന്നല്ലോ. കാരണം റിയാസ് ആകെ ബേജാറായി. കാരണം അടുത്ത തവണത്തെ മുഖ്യമന്ത്രിയാണ്. ഒരുപാട് ആകാശ സ്വപ്നങ്ങളുമായി നടക്കുന്ന ആളാണ്. വലിയ പ്രോജക്റ്റുകളൊക്കെയാണ് മനസ്സിലുള്ളത്. ഒരുപാട് ഈ മാസപ്പടികൾക്കുള്ള ഈ പ്ലാനുകളൊക്കെ ഇപ്പൊ തന്നെ ഇട്ട ഈ റിയാസ് ആകെ ഞെട്ടി. കാരണം ഇതെങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിച്ചു കിട്ടണ്ടേ. അപ്പൊ റിയാസ് ആദ്യം തന്നെ പറഞ്ഞു, വീണ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെയാണ് വീണ രംഗത്ത് വന്നത്, ഞാൻ അങ്ങനെ ഈ സേവനമൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ മോളെ, എന്ത് സേവനമാണ് നൽകിയെന്നും പറഞ്ഞൂടെ? സേവനം നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നൽകിയത് ഇന്ന സേവനമാണെന്ന് പറഞ്ഞൂടെ കുട്ടിയെ? പറയാൻ സേവനമൊന്നും നടത്തിയിട്ടില്ല. കാരണം കരിമണൽ കമ്പനിയുടെ എന്താ പറയാ അവിടുത്തെ ഒഫീഷ്യൽസ് തന്നെ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അത് മാത്രമല്ല, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഏത് കമ്പനി നടത്തണമെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൈമടക്ക് കൊടുക്കണം. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ഇവിടത്തെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ, പിണറായി വിജയൻ മാത്രമല്ല അതിനു മുമ്പ് ഭരിച്ചിരുന്നത്, ഇവിടെ ഭരിക്കണമെങ്കിൽ, ഇവിടെ മര്യാദയ്ക്ക് ഈ ഒരു വ്യവസായം നടത്തണമെങ്കിൽ കൈമടക്ക് കൊടുക്കണം. ആർക്കൊക്കെ കൈമടക്ക് കൊടുക്കണം? ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എണ്ണി ചാക്കിലും കൈതോലപ്പായിലുമായി കൊടുക്കണം. അങ്ങനെ ഈ പ്രത്യേകിച്ചും ഈ കരിമണൽ കമ്പനി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രകൃതി നാശം വരുത്തുന്ന, ആ പ്രകൃതി നാശത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ആള് പിണറായി വിജയൻ തന്നെയാണ്. IT മേഖലയുടെ ചുമതല പിണറായിക്കാണ്. ഈ പാരിസ്ഥിതിക ഇതിന്റെ എന്താ പറയാ ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനാണ്. അപ്പൊ പിണറായി വിജയനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് നേരിട്ട് കൈമടക്ക് കൊടുത്താൽ മതി, മോക്ക് കൈമടക്ക് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിച്ചത്. അവസാനം ഏതായാലും വീണ പറഞ്ഞിരിക്കുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്ങനെ പറഞ്ഞിട്ടില്ല? ഇതൊന്നും എത്ര കാലം മൂടി വെക്കാൻ പറ്റും? പക്ഷേ അത്ര പെട്ടെന്നൊന്നും പുറത്തു വന്നോളൊന്നുമില്ല. കാരണം അറിയാലോ, BJPയും CPM തമ്മിലുള്ള ഇതിന്റെ ഒന്നും ഏഴയലത്ത് വരെ പോകാത്ത, അല്ലെങ്കിൽ ഇതിന്റെ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ കാരണഭൂതവുമായി ബന്ധപ്പെട്ട ഈ തെളിവുകളുടെ പണ്ട് സ്വപ്ന നൽകിയ ഒരുപാട് 164 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാരെ പിടിച്ചകത്തിട്ട മോദിക്ക് പിണറായി വിജയനെയും വീണ വിജയനെയും കാലങ്ങളോളം അഴിക്കുള്ളിലാക്കാനുള്ള തെളിവുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ചെയ്യില്ല. കാരണം ഇവർക്ക് കേരളത്തിൽ പിണറായി വിജയൻ അല്ല ശത്രു. കാരണം പിണറായി വിജയൻ ഇങ്ങനെ നിൽക്കണം. കാരണം എന്നാലേ കോൺഗ്രസിന് അടിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ കോൺഗ്രസ് തീർന്നാലേ കോൺഗ്രസിന് ആകെ, നേരത്തെ CPM പറഞ്ഞ പോലെ കോൺഗ്രസിനും ആകെയുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് കേരളമാണല്ലോ. സോണിയാഗാന്ധിന്റെ മക്കൾക്ക് വല്ലോടത്തും ധീരമായി മത്സരിക്കണമെങ്കിൽ കേരളത്തിൽ വന്നല്ലേ തീരൂ. അപ്പൊ ഈ ഗതികെട്ട പാർട്ടികൾ, എന്റെ വീണ വിജയ, പിന്നെ എന്ത് സേവനമാണ് നൽകിയത് എന്നുകൂടി നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എന്ന് രാജിവെക്കും വിജയ എന്ന് കേരളത്തിന്റെ മനസാക്ഷി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാത്തിരുന്ന് കാണാം. മാതൃഭൂമിയുടെ 10ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം, സേവനം നൽകാതെ പണം കൈപ്പറ്റി എന്ന് മൊഴി നൽകിയില്ല വീണ വിജയൻ ആദ്യമായിട്ട് വായ തുറന്നു. വീണ വിജയൻ ഇതുവരെ ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലും അത് കഴിഞ്ഞ് നമ്മുടെ SFIOയിലും ഒക്കെ കേസുകളും വിവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ വീണക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നത് ബാലൻ സഖാവും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും പിന്നെ കാരണഭൂതൊക്കെയാണ് സംസാരിച്ചത്. അറിയാലോ,
വീണക്കെതിരെ ആദ്യമായി നമ്മുടെ നിയമസഭയിൽ കുഴൽനാടൻ പൊട്ടിത്തെറിച്ചപ്പോൾ പിണറായി ആണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് കുഴൽനാടനെതിരെ കൈവിരൽ ചൂണ്ടി നിന്ന് തുള്ളി വിറച്ച് വീട്ടിലുള്ളവരെ പറ്റിയാണോടാ പറയുന്നത്? എമ്മാതിരി ഡയലോഗായിരുന്നു അറിയുന്നത്. വീട്ടിലുള്ളവരെ പറ്റി പറയുകയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണു തള്ളിയ പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ തെല്ലുംപാട് വന്ന് ന്യായീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ PV എന്നുള്ള പേര് വന്ന്, PV മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി KK, പിന്നെന്താണ് ഇബ്രാഹിം കുഞ്ഞ് IK, രമേശ് ചെന്നിത്തല RC, ഉമ്മൻചാണ്ടി OC, അങ്ങനെയുള്ള കുറെ ചുരുക്കെഴുത്തിന്റെ കൂടെ PV എന്ന് വന്നു. PV എന്നുള്ളതിന്റെ അടുത്ത പേജിൽ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഈ കാരണഭൂതത്തിന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഞാൻ മന്ദബുദ്ധിയായ പോലെ നാട്ടിലെല്ലാവരും മന്ദബുദ്ധിയാണെന്നാണ് ഈ മന്ദബുദ്ധിന്റെ വിചാരം. ഏത് മന്ദബുദ്ധിന്റെ? നമ്മളെ കാരണഭൂതം മന്ദബുദ്ധിന്റെ വിചാരം. അത് പണ്ട് നമ്മുടെ ശിവശങ്കർ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മനുഷ്യന്റെ 2 സ്മോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ശിവശങ്കർ സ്വപ്നന്റെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഓ കാരണഭൂതല്ലേ, കാര്യമൊന്നുമില്ല, വിവരമില്ല, നമ്മൾ എന്ത് കൊടുത്താലും അതിന്റെ അടിയിലാണ്ട് ഒപ്പ് ഷൂ എന്ന് എഴുതും, ഇത് കിട്ടിയാൽ മതി എന്ന് പണ്ട് ശിവശങ്കർ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാബ ശിവശങ്കറിന്റെ കാലുവാരി. ഇപ്പൊ KM എബ്രഹാമാണ്. ഇമ്മാതിരി ഓരോരോ ആൾക്കാർ കാരണബോധത്തിന്റെ കൂടെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, അന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ, 2 കൈയും പൊന്തിച്ചിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് PV ഞാനല്ല, ആ PV ഞാനല്ല, ആ PV ഞാനല്ല, ആ PV ഞാനല്ല പാട്ടുപാടി നമ്മൾ കേട്ടതാണ്. അവസാനം നിൽക്കക്കള്ളില്ലാതെ ആ PV ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവസാനം പറഞ്ഞ എന്താണെന്ന് അറിയോ? പിണറായി പറഞ്ഞത്, അതായത് വീണ വിജയന്റെ പേരൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത് എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം എന്ന് പറയുമ്പോൾ തന്റെ പേരൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ട് എന്നുള്ള അവസാനം പിണറായി സമ്മതിച്ചു. അപ്പൊ ഏതായാലും SFIOയുടെ കുറ്റപത്രത്തിൽ, SFIO സമർപ്പിച്ച കുറ്റപത്രത്തിൽ വീണ വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ അവിടെ ഒരു സേവനം നൽകിയിട്ടില്ല. ഇത് ഒന്ന് കേരളത്തിലെ അന്തംഗമ്മികളല്ലാത്ത പിണറായി വിജയന്റെ ഈ നേരത്തെ പറയുന്ന കണ്ടികൾ ഇങ്ങനെ വെട്ടി വിഴുങ്ങാത്ത ആൾക്കാർക്കൊക്കെ അറിയാം വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ല. ഒന്ന് വീണ വിജയന്റെ കമ്പനി എന്ന് പറയുന്നത് ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഒന്നുമല്ല, ഇതൊരു പാട്ട കമ്പനി, ഒരു സാധാരണ ഒരു പെട്ടിക്കട. വീണ വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അമ്മന്റെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതാണെന്ന്. അമ്മന്റെ കമലയടത്തിന്റെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു പെട്ടിക്കട. ഇത് ആകെ ചെയ്യുന്ന എന്താണ്? പിണറായി വിജയന് നേരിട്ട് ചാക്ക് കെട്ടിലും നമ്മുടെ ശക്തിധരൻ പറഞ്ഞ പോലെ കൈതോലപ്പായിലൊക്കെ കെട്ടി കൊണ്ടുപോയിട്ടുണ്ട് കുറെ. അതല്ലാതെ നേരായ വൈറ്റ് മണി തന്നെ ത്രൂ അക്കൗണ്ട് ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കറക്ക് കമ്പനി ഉണ്ടാക്കിയത്. അതല്ലാതെ കരിമണൽ കമ്പനിക്ക് വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ല. ഒരു സേവനവും ഇന്നോളം ആൾക്കാർ ഇല്ല, ചാനലുകൾ മുഴുവനും, ഇല്ല പത്രക്കാർ മുഴുവനും, ഉള്ള മാധ്യമക്കാർ മുഴുവനും, പ്രതിപക്ഷം മുഴുവനും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, വീണ എന്ത് സേവനമാണ് നൽകിയത്? ഒരൊറ്റ വാചകത്തിൽ വീണക്ക് പറഞ്ഞാൽ മതി, ഒറ്റ വാചകത്തിൽ വീണയുടെ ഭർത്താവിന് പറഞ്ഞാൽ മതി, ഒറ്റ വാചകത്തിൽ വീണയുടെ അച്ഛന് പറഞ്ഞാൽ മതി, ഒറ്റ വാചകത്തിൽ പാർട്ടി സെക്രട്ടറിക്ക് പറഞ്ഞാൽ മതി, വീണ നൽകിയത് ഇന്ന സേവനമാണ്. പക്ഷെ എന്ത് പറയാനാണ്? വീണ സേവനം നൽകിയിട്ടില്ലല്ലോ. നൽകാതെ ഇപ്പൊ എന്ത് പറയാനാണ്? കള്ളത്തരം പറയാൻ പറ്റില്ലല്ലോ, പഴയ പോലെ ഇല്ലല്ലോ. ഇത് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാവും. കാരണം ആകെ കരിമണൽ കമ്പനിയിൽ ഈ മൈക്രോസോഫ്റ്റ് ഫ്രീ ആയി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ അവിടുത്തെ ഇടപാടുകളൊക്കെ നൽകുന്നത്. അതല്ലാതെ ഭയങ്കര സോഫ്റ്റ്വെയർ ഒന്നും അവിടെ ഇല്ല. അവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഇല്ല. ഒരു സോഫ്റ്റ്വെയർ ഈ അപ്ഡേഷൻ അല്ലാതെ തന്നെ പുതിയ സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്യുന്ന പരിപാടി ഒന്നും അവിടെ ഇല്ല. ആകെ ഉള്ളത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഫ്രീ ആയി കൊടുക്കുന്ന സോഫ്റ്റ്വെയർ, അത്രേ ഉള്ളൂ. ഒരു 500 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട സാധനമേ ഉള്ളൂ. ഇതിനാണ് ഈ വീണക്ക് ഓരോ മാസവും 5 ലക്ഷം ഇവളുടെ അക്കൗണ്ടിലേക്ക്, 3 ലക്ഷം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, അത് 8 ലക്ഷം രൂപ വീതം കൊടുത്തിട്ട് അവസാനം ഇവർ പറയുന്നത് 2 കോടി. കാരണം നമ്മുടെയൊക്കെ വായിൽ ലക്ഷങ്ങളെ വരുള്ളൂ. ഈ കോടികളൊന്നും എത്താൻ നമുക്കൊന്നും ആയിട്ടില്ലല്ലോ. കാരണം നമ്മളാരും പിണറായി വിജയന്റെ മക്കളല്ലല്ലോ. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് 2,70,00,000 രൂപ പിണറായി വിജയന്റെ മകൾ കൈക്കൂലിയായിട്ട്, മാസപ്പടിയായിട്ട് വാങ്ങി ഒരു സേവനവും നൽകാതെ എന്നുള്ളതായിരുന്നല്ലോ ഈ SFIയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത് വീണ വിജയൻ തന്നെ സമ്മതിച്ചു. വീണ വിജയൻ മാത്രമല്ല, എക്സാലോജിക്കിന്റെ മറ്റ് സ്റ്റാഫുകൾ സമ്മതിച്ചു, വീണ വിജയൻ സമ്മതിച്ചു, CMRL IT ഹെഡും
ഇതിന്റെയൊക്കെ ചുമതലയുള്ള CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തായുടെ സ്ഥാപനത്തിന്റെ, കരിമണൽ കർത്തായുടെ സ്വന്തം സ്ഥാപനം അല്ല കേട്ടോ, ഇത് KSIDCക്കും അതിൽ ഷെയർ ഉണ്ട്, അവിടെ കിടക്കട്ടെ. അപ്പം ഈ നമ്മുടെ CMRL IT ഹെഡും സംബന്ധിച്ചതാണ് ഈ വീണ വിജയൻ ഒരു സേവനവും നൽകിയിട്ടില്ല. ഇതാണ് വീണ വിജയനും പറഞ്ഞു, ഞാൻ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വീണ വിജയന്റെ മൊഴിയുമുണ്ട്. ഇതാണ് കുറ്റപത്രത്തിലുള്ളത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത. ആ വാർത്തയാണ് വീണ വിജയൻ നിഷേധിച്ചത്. വീണ വിജയൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, മൊഴി എടുത്തിട്ടുണ്ട്, അത് സംഭവിച്ചു, മൊഴി എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് മൊഴി അവസാനം അതിൽ ഒപ്പൊക്കെ ചാർത്തിയിട്ട് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ സേവനം ഒന്നും നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് വീണ പറഞ്ഞത്. വീണ മാത്രമല്ല, വീണ പറയുന്നതിന് മുമ്പ് തന്നെ ചാടിക്കേറി റിയാസും പറഞ്ഞു, ഇയാള് അങ്ങനെ എന്താ പറയാ സേവനം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ റിയാസ് ആയിരുന്നല്ലോ കൂടെ പോയിരുന്നത്, ആയിരുന്നല്ലോ. കാരണം റിയാസ് ആകെ ബേജാറായി. കാരണം അടുത്ത തവണത്തെ മുഖ്യമന്ത്രിയാണ്. ഒരുപാട് ആകാശ സ്വപ്നങ്ങളുമായി നടക്കുന്ന ആളാണ്. വലിയ പ്രോജക്റ്റുകളൊക്കെയാണ് മനസ്സിലുള്ളത്. ഒരുപാട് ഈ മാസപ്പടികൾക്കുള്ള ഈ പ്ലാനുകളൊക്കെ ഇപ്പം തന്നെ ഇട്ട ഈ റിയാസ് ആകെ ഞെട്ടി. കാരണം ഇതെങ്ങാനും പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇലക്ഷനിൽ എങ്ങനെയും ജയിച്ചു കിട്ടണ്ടേ. അപ്പൊ റിയാസ് ആദ്യം തന്നെ പറഞ്ഞു പോയി, വീണ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെയാണ് വീണ രംഗത്ത് വന്നത്, ഞാൻ അങ്ങനെ ഈ സേവനം ഒന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എൻ്റെ മോളെ, എന്ത് സേവനമാണ് നൽകിയെന്നും പറഞ്ഞൂടെ? സേവനം നൽകിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ നൽകിയത് ഇന്ന സേവനമാണെന്ന് പറഞ്ഞൂടെ കുട്ടിയെ?